ഇതാണ് ഗൂഗിളിൻ്റെ പിക്സൽ 6 2022 പിക്സൽ ഇന്ത്യക്കാർക്ക് നൽകിയൊരു ചാൻസ് പോലെയായിരുന്നു ഈ ഒരു ഫോൺ. കാരണം അന്ന് പിക്സൽ ഫോൺസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഭയങ്കര ഡിമാൻഡായിരുന്നു പിക്സൽ ഫോൺസിന്. ഇപ്പം എല്ലാ മോഡൽസും പിക്സൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് 2026 ഈ ഫോൺ വാങ്ങിക്കുന്ന വേർത്താണോ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണിയാണോ എന്നതിനെ കുറിച്ചുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഫോൺ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സോ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. 2026 അതായത് 4 വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് സ്റ്റിൽ ദി ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും മിനിമൽ ഡിസൈനുള്ള ഇത്രയും പ്രീമിയം ലുക്കുള്ള ഒരു ഫോൺ നമുക്ക് കിട്ടില്ല, ഫോർ ഷുവർ ആണ്. സോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാമറ മൊഡ്യൂളാണെങ്കിൽ ഇതൊരു പിക്സൽ ഫോണാണെന്ന് റെക്കഗ്നൈസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ തന്നെ ഇതൊരു പിക്സൽ ഫോണാണെന്ന് അറിയാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ക്യാമറ വരുന്ന ഡിസൈൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ എക്സ്പെഷ്യലി ഈ ഒരു കളർ ആണെങ്കിലും ഒരു മിനിമൽ ലുക്ക് നമുക്ക് ഈ ഒരു ഫോണിന് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഫോം ഫാക്ടറാണ്. ഇതൊരു ബോക്സി ടൈപ്പ് പോലാണ് ഇരിക്കുന്നത്. അതായത് സാംസങ്ങിൻ്റെ അൾട്രാ സീരീസിലൊക്കെ വരുന്ന ഒരു ഫോണില്ല, ആ ഒരു രീതിയിലുള്ള ലുക്കാണ് നിൽക്കുന്നത്. അതൊരു ബോക്സി ടൈപ്പ് ഫോണാണ്. കംപ്ലീറ്റ്ലി ബോക്സ് അല്ല, കോർണറൊക്കെ റൗണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ബോക്സി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയും ആ ഒരു ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കാണുമ്പം കുറച്ചും കൂടി ഒരു പ്രീമിയം ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എക്സ്പെഷ്യലി എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഫോം ഫാക്ടർ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കോമ്പാക്റ്റ് സൈസ് ഫോണാണ്. അതായത് 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. സോ ഒരു കോമ്പാക്റ്റ് സൈസ് ഫോൺ തന്നെയാണിത്. നമുക്ക് കയ്യിലെടുക്കുന്ന സമയത്ത് വൺ ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ബട്ടൺ മേലെയാണ് വരുന്നത്. ചില ആളിപ്പം ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ വോളിയുമൊക്കെ മുകളിലാണ് വരിക. ഇതിൻ്റെ പവർ ബട്ടൺ ഏറ്റവും ടോപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ആദ്യം വന്നേക്കാം. അതായത് ഇതിൻ്റെ പവർ ബട്ടൺ എവിടെയാണെന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് അത് ആ ഒരു യൂസ് ടു ആവാൻ കുറച്ച് പണിയുണ്ട്. പിക്സലിൻ്റെ പവർ ബട്ടൺ പ്ലേസിങ് അങ്ങനെ ആയതുകൊണ്ട് യൂസ് ടു ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ യൂസ് ടു ആയിക്കോളും. സോ ഫോം ഫാക്ടർ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു ഡിസ്റ്റർബിങ് ഫീൽ വന്നിട്ടില്ല. വെയിറ്റ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ ഭയാനകമായ വെയിറ്റോ അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത ഓവർ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. സോ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ 2026 പിക്സൽ 6 ഡിസൈൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. സോ ഒരു ബട്ടൻ്റെ പ്ലേസിങ് ഞാൻ പറഞ്ഞല്ലോ, അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും യൂസ് ടു ആവും, ഷുവർ ആണ്. പക്ഷേ അതല്ലാതെ പക്ഷേ നോക്കുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ്ലി ഫൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ സൈഡ് ഫ്രെയിം എന്ന് പറയുന്ന അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത്. സോ സ്മഡ്ജസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതിൽ 4 വർഷം കഴിഞ്ഞിട്ട് ഈ ഫോണിൽ അങ്ങനെ ഭയങ്കരമായ സ്മഡ്ജസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം നല്ല കേസ് ഇട്ടാണ് ഉപയോഗിച്ചത്. സോ നല്ല കേസ് ഇട്ടും അതോടൊപ്പം തന്നെ ലാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മഡ്ജസ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചസ് ഒക്കെ വരുന്നത് ഫ്രെയിമിൽ നല്ലോണം കുറക്കാൻ പറ്റും. ബാക്കിൽ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് കൊടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ചീപ്പ് പ്ലാസ്റ്റിക് അല്ല, നമുക്കിതൊരു ബ്ലാക്ക് ഗ്ലാസ് ആണെന്നുള്ളൊരു ഫീലാണ് വരുന്നത്. ഷുവറായിട്ട് ഞാൻ പറയാം, നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസ് ബോഡിയാണെന്ന് ഫീൽ ചെയ്യും. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ്, പുള്ളിക്കാരന് ഇതേ ഫീൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. സോ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ആണ്, അങ്ങനത്തെ ഒരു ഫീലല്ല വരുന്നത്. പിന്നെ പെട്ടെന്ന് ക്രാക്സ് വരാനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഒരു പയക്കം വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. അത്രയ്ക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ഗ്ലാസ് അല്ല വരുന്നത്, പ്ലാസ്റ്റിക് ആണ്. സോ അത് എടുത്ത് പറയാൻ ഞാൻ, പക്ഷേ നമുക്ക് ആ ഒരു ഇൻഹാൻഡ് ഫീലാണ് കിട്ടുന്നത്. വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഗൂഗിളിൻ്റെ ബ്രാൻഡിങ് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ എടുക്കുന്നത് ബ്ലാക്ക് കളർ ആണെങ്കിൽ പെട്ടെന്ന് സ്മഡ്ജസ് കാണും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എടുത്ത് പറയുന്നുണ്ട്, നല്ലൊരു ക്വാളിറ്റിയുള്ള കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ, ഈ ക്യാമറ മൊഡ്യൂളിൻ്റെ ഇവിടെയും പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതും സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ബട്ടൺസ് ഒക്കെ ഇപ്പോഴും നല്ല ടാക്ടൈൽ ആയിട്ടുള്ള ബട്ടൺസ് തന്നെയാണ്. സോ അവിടെയും ബിൽഡ് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ പിക്സലിൻ്റെ ബട്ടൺസ് ഒക്കെ നല്ല ടാക്ടൈൽ ആയിട്ടുള്ള ബട്ടൺസ് ആണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ സൗണ്ട് കാണിച്ചു തരാം. കണ്ടില്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പിക്സൽ അത് ബാലൻസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ടാക്ടൈൽ ആയിട്ടുള്ള ബട്ടൺസ് തന്നെയാണ് ഇപ്പോഴും പിക്സലിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ബട്ടൺസിൻ്റെ സൈഡിൽ ഇതുവരെ ഈ ഒരു 4 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 6.1 ഇഞ്ചിൻ്റെ OLED പാനലാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. സോ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. സോ 6.1 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് സൈസും കൂടിയാണ്. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഭയങ്കരമായ ബ്രൈറ്റ്നസ് ഒന്നുമില്ല. സോ നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ പോവുകയാണെങ്കിൽ സോ ഈ ഒരു വിസിബിലിറ്റിയെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ ഭയാനകമായ ബ്രൈറ്റ്നസ് ഒന്നുമില്ല. ഒരു നോർമൽ ഡേ ടു ഡേ ഒക്കെ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് കോളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൈറ്റ്നസ് ആണ് കൊടുത്തേക്കുന്നത്. അതല്ലാതെ പക്ഷേ നമുക്ക് വീഡിയോസൊക്കെ ഭയങ്കര ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്ന ആ ഒരു ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അല്ല ഇവിടെ വന്നേക്കുന്നത്. പക്ഷേ കളേഴ്സൊക്കെ പറയുന്നത് നല്ല കളേഴ്സുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. സോ അന്ന് പിക്സലിൻ്റെ ബേസ് മോഡൽസ്, അതായത് പിക്സലിൻ്റെ 6 സീരീസ് എന്നൊക്കെ പറയുന്നത് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൽ സ്റ്റക്കായിരുന്നു. അതായത് പ്രോ മോഡൽസ് എന്ന് പറയുന്നത് 120 ഹെർട്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ബേസ് മോഡൽസ് 90 ഹെർട്സ് ആണ്. സോ
അതുകൊണ്ട് ആ ഒരു സമയത്ത് സീരീസ് ഇറക്കുന്ന സമയത്ത് കുറച്ചും കൂടി വ്യത്യാസം വേണമല്ലോ, എന്തെങ്കിലും ഡൗൺ ഗ്രേഡ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് പകരം 60 ഹെർട്സ് കൊടുത്തേക്കുന്നത്. സോ ആ ഒരു വ്യത്യാസം ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സ് ഒക്കെ ഉപയോഗിച്ച ഫോണായിട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വലിയ നെഗറ്റീവ് പോയിൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞ് കുറച്ചും കൂടി സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു റീഫ്രഷ് റേറ്റ് ഭയങ്കര വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷേ റീഫ്രഷ് റേറ്റ് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് പോയിന്റ് തന്നെയാണ്, അത് യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോസ് വാച്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇതൊരു ബോക്സി ടൈപ്പ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്, ഞാൻ പറഞ്ഞില്ല, ഒരു കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ല. സോ ഒരു ബോക്സി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ മൂവീസൊക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നല്ല കളേഴ്സാണ്, പിന്നെ നോച്ച് ചെറുതാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ മീഡിയ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സ്പീക്കേഴ്സും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, നല്ല പെർഫോമഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. ദി ബെസ്റ്റ് അല്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പെർഫോമൻസിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ടെൻസറിൻ്റെ Gen 1 ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. സോ ടെൻസർ Gen 1 എന്ന് പറയുന്നത് പിക്സൽ സീരീസിൽ, അതായത് പിക്സൽ 6 സീരീസിൽ ആദ്യമായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പ്രോസസ്സറായിരുന്നു. അതായത് പിക്സലിൻ്റെ തന്നെ ഉണ്ടാകുന്ന പ്രോസസ്സറായിരുന്നു. അതിന് മുമ്പ് അവർ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് പുതിയ ചിപ്സെറ്റ്, അവരുടെ ടെൻസർ Gen 1 ചിപ്സെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ അത് ഇവർ പിക്സൽ 6 അത് തന്നെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഭയാനകമായ ഒരു പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് അല്ല. സോ അന്ന് ഞാൻ പിക്സൽ 6 Pro യൂസ് ചെയ്തിരുന്നു, 6 യൂസ് ചെയ്തിരുന്നു. ഇതൊക്കെ യൂസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഭയങ്കരമായ പെർഫോമൻസ് ഉള്ള ഒരു ഫോണല്ല. ഒരു ഫസ്റ്റ് ചിപ്സെറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ തെർമൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു തെർമൽ ഇഷ്യൂസ് കാരണം ലാഗ് ആവുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഡ്രോപ്സ് ഉണ്ടായിരുന്നു, ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വന്നത് ആ ഒരു തെർമൽ ഇഷ്യൂസ് കൊണ്ടായിരുന്നു. ഞാനതൊന്ന് അതിൻ്റെ ഗ്രാഫ്സ് ഒക്കെ കാണിച്ചായിരുന്നു അന്ന് മുമ്പ് റിവ്യൂ ചെയ്യുന്ന സമയത്ത്. സോ അതിപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബാലൻസ്ഡ് ആണ്. അങ്ങനെ ഭയാനകമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇപ്പം ബാലൻസ്ഡ് ആണ്. സോ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ തെർമൽ, അതായത് ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. അതായത് നമ്മൾ നല്ല വെയിലത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം മഴയാണ്, അതല്ല ഇതിനിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്, അതായത് നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട് ഫോൺ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വാം ആവും. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രെയിമൊക്കെ നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. പക്ഷേ നമുക്കൊരു കേസ് ഇട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് വലിയൊരു പ്രോബ്ലം അല്ല. അതല്ലാതെ കേസ് ഇടാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് ആ ഒരു ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഗെയിമിംഗ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നമ്മൾ നോർമൽ വാട്സപ്പ് ബ്രൗസ് ചെയ്യുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിലും അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഡെഫിനറ്റ്ലി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം വളരെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. സോഫ്റ്റ്വെയർ ആണെങ്കിലും അതല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് ആണെങ്കിലും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കേപ്പബിൾ ആണ്, നല്ല രീതിക്കാണ് അത് മുന്നോട്ട് പോയേക്കുന്നത്. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിൽ ആൻഡ്രോയിഡ് 16 ആണ് ഇപ്പോൾ ഉള്ളത്. സോ അത് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളൊന്നുമില്ല, ലാഗൊന്നുമില്ല. പിന്നെ പുതിയ ഫീച്ചേഴ്സ്, അതായത് തീംസിൻ്റെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിക്സലിൽ. ഞാനത് പിക്സൽ 8 പറഞ്ഞതാണ്, റിവ്യൂ പറഞ്ഞതാണ്. അതേ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലും വന്നിട്ടുണ്ട്. സോ അതൊരു പ്രത്യേകതയാണ്. കാരണം അവർ ലാസ്റ്റ് ഓൾഡ് മോഡൽസിലും ആ ഒരു ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു പിക്സൽ 6 വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പെർഫോമൻസ് സ്റ്റിൽ ഇപ്പോഴും കേപ്പബിൾ ആണ്. പിന്നെ 5G ആണ് ചിപ്സെറ്റ്. സോ 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ടൗണിലൊക്കെ പോകുന്ന സമയത്ത് 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഉള്ളിലോട്ടൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ കൊടുത്തേക്കുന്ന സെൻസർ എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള സെൻസറാണ്. ഒരുപാട് പഴക്കമുണ്ട്. കാരണം പിക്സൽ 2 സീരീസ് മുതൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെൻസറാണ് ഇതിൽ ഇപ്പോഴും കിടക്കുന്നുള്ളത്. അതായത് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ട് ഓൾറെഡി 4 വർഷമായി. അതിന് മുമ്പുള്ള സെൻസറാണ് ഈ ഒരു സെൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ സെൻസർ എന്ന് പറയുന്നത് 12.2 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് ഇത്. ഓൾസോ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർസും കാണാൻ പറ്റും. 12 ക്യാമറ സിസ്റ്റമാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. അൾട്രാ വൈഡ് ആംഗിളും 12 മെഗാ പിക്സൽ തന്നെയാണ്. ഫ്രണ്ടിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൻസറും കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ ബാക്ക് ക്യാമറ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. മെയിൻ ഫോട്ടോസ്, അതായത് മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയാണ്. നല്ല ഫോട്ടോസ് എടുത്തിരുന്നുണ്ട്. അത് നൈറ്റിലാണെങ്കിലും അതിപ്പോൾ ഈവൻ ലോ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും ഡേ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും നല്ല പെർഫോമൻസ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം മെയിൻ ക്യാമറയിൽ തരുന്നുണ്ട്. അൾട്രാ വൈഡിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ലോ ലൈറ്റ് കണ്ടീഷനിൽ എടുക്കുന്ന ഫോട്ടോസ് അത്രയും ബെസ്റ്റായിട്ട് പറയാനില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഞാൻ പറയാം ഇതിൻ്റെ സെൻസർ സൈസിലോ അല്ലെങ്കിൽ സെൻസറിലോ അല്ല കാര്യം, ഗൂഗിളിൻ്റെ പ്രോസസ്സിംഗ് ആണ്. അടിപൊളി പ്രോസസ്സിംഗ് ആണ് തരുന്നത്. ഞാൻ പണ്ട് തൊട്ടേ ഇത് പറയാനുള്ള സംഭവമാണ്. അടിപൊളി പ്രോസസ്സിംഗ് ആണ് അവർ തരുന്നത്. ഇപ്പോൾ പിക്സൽ 8 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ, ഞാൻ ഇതിന് മുമ്പ് ചെയ്ത പിക്സൽ 8ൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടാൽ മതി, അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം. അതായത് കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആണ്. ആ ഒരു സെൻസർ മാറിയിട്ടുണ്ടെങ്കിലും വ്യത്യാസങ്ങളൊന്നും വലിയ രീതിയിൽ വരാനില്ല. കാരണം അവരുടെ പ്രോസസ്സിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് ചില സമയത്ത് ഇതിൻ്റെ ക്യാമറയിലും വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സെൻസർ സൈസ് ചെറുതായത് കൊണ്ട് തന്നെ ഓവർ പ്രോസസ്സിംഗ് ഒന്നും വരുന്നില്ല. ഒരു ലൈറ്റ് പ്രോസസ്സിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ഫോട്ടോസ് നല്ല ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയിൽ നിൽക്കും. അത് മെയിൻ സെൻസറിലാണെങ്കിൽ അൾട്രാ വൈഡ് ആംഗിളാണെങ്കിൽ നല്ല ഫോട്ടോസ് തരുന്നുണ്ട്. സോ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു 2 ക്യാമറ ആണെങ്കിലും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും ഡേ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും ഫോട്ടോസിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണ്, ആ സമയത്ത് നല്ലൊരു മെമ്മറീസ് ക്യാപ്ചർ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം സ്റ്റിൽ ഇപ്പോഴും കേപ്പബിൾ ആണ്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാനാണ് പ്ലാൻ എങ്കിൽ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം അത്രയ്ക്കും
ബെസ്റ്റ് അല്ല. സോ ഇപ്പോഴായപ്പോലും അല്ലെങ്കിൽ അന്ന് ലോഞ്ച് ചെയ്ത സമയത്താണെങ്കിലും വീഡിയോസ് എടുക്കുന്ന കാര്യത്തിൽ ഇത് അത്രയും ബെസ്റ്റ് അല്ല. ഞാനത് യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയാം. കാരണം ഇതിൻ്റെ സെൻസറൊക്കെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ക്വാളിറ്റി കിട്ടില്ല. പക്ഷേ നമ്മൾ നോർമൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 20,000 റുപ്പീസിൻ്റെ ഒക്കെ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദി ബെസ്റ്റ് വീഡിയോ പെർഫോമൻസ് ഇതിൽ തരുന്നുണ്ട്. അത് ഞാൻ എടുത്ത് പറയാം. 4K 60 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, 4K 30 FPS വരെ ഉള്ളൂ. മെയിൻ സെൻസർ നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ല ക്യാമറ ക്വാളിറ്റി അതിലേക്ക് തരുന്നുണ്ട്. സോ ഡേ ലൈറ്റ് കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് ആണ് വീഡിയോസ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടില്ലെങ്കിലും നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്റ്റിൽ ഹോൾഡിംഗ് ആണ്, നല്ല രീതിക്ക് വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷനിൽ യൂസബിൾ അല്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ ലോ ലൈറ്റ് കണ്ടീഷനിൽ അത്യാവശ്യം നല്ല വീഡിയോസ് കിട്ടും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ബെസ്റ്റ് അല്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ വീഡിയോ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയേക്കുന്നത്. വീഡിയോ സാമ്പിൾസൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഓൾസോ ഫോട്ടോ സാമ്പിൾസും ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോസിലൊക്കെ. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. സിനിമാറ്റിക്കിലൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റിൽ ഇപ്പോഴും നല്ല വീഡിയോ പെർഫോമൻസ് എടുക്കാൻ പറ്റും. എക്സ്പെഷ്യലി ആ ഒരു പാൻ മോഡ്, വീഡിയോയിൽ പാൻ മോഡ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആണ്, നല്ല രീതിക്കാണ് അതൊക്കെ പെർഫോം ചെയ്യുന്നത്. ഞാനതിൽ ഒരുപാട് ഷോർട്സ് എടുത്തിട്ടുണ്ട്, ആ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തിരുന്നുണ്ട്. പിന്നെ 2x എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് വരുന്നത്, കാരണം ഇത് പ്രോസസിങ് ആവുന്നില്ല, ബ്ലറൊന്നും കിട്ടുന്നില്ല. പക്ഷേ 1x എടുക്കുകയാണെങ്കിൽ നോർമലി ഓക്കെ ആയിട്ടുള്ള നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ സാമ്പിൾസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. അതായത് ക്യാമറ സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യാമറ സിസ്റ്റം. നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. പക്ഷേ ദി ബെസ്റ്റ് അല്ല. വീഡിയോസൊക്കെ കുറച്ചും കൂടി ഡൾ എക്സ്പീരിയൻസ് ആണ് ലോ ലൈറ്റ് കണ്ടീഷനിൽ തരുന്നുള്ളത്. നെക്സ്റ്റ് ഫൈനലി ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ്. ബാറ്ററിയിൽ എനിക്ക് ആദ്യം പറയാനുള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 80 വാട്ടിൻ്റെ, അതായത് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തേക്കുന്നത്. അതൊരു വലിയ നെഗറ്റീവാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. ഇനി അതല്ല, നിങ്ങളൊരു പണ്ടത്തെ ആൻഡ്രോയിഡ്, ഒരു സാംസങ്ങിൻ്റെ ഒക്കെ ഫോൺ, ഒരു 15 വാട്ടുള്ള സാംസങ്ങിൻ്റെ ഫോണൊക്കെയാണ് യൂസ് ചെയ്തിട്ട് വരുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. 100% ഞാൻ പറയും, ഇതൊരു പ്രശ്നമാവാൻ പോകുന്നില്ല. ഇനി അതല്ല, നിങ്ങളൊരു ഹൈ എൻഡ് ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഫാസ്റ്റ് ചാർജിങ്, ഒരു 40 വാട്ട്സ് അല്ലെങ്കിൽ 60 വാട്ട്സിൻ്റെ ഒക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു പ്രോബ്ലം തന്നെയാണ്. 25 വാട്ട്സിനുള്ള ഫോൺ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഭയങ്കര സ്ലോ ആണ് ചാർജിങ് ഒക്കെ, അതായത് ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. ബാറ്ററി പെർഫോമൻസ്, അതായത് യൂസേജ് നോക്കുകയാണെങ്കിൽ നല്ല ബാറ്ററി പെർഫോമൻസ് സ്റ്റിൽ തരുന്നുണ്ട്. നിങ്ങളിപ്പം ബാറ്ററി ചേഞ്ച് ചെയ്യാത്തൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു 1 ഡേ ഒക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാവിലെ ചാർജ്, ഒരു 7 മണി 6 മണിക്കൊക്കെ നിങ്ങൾ ചാർജ് ചെയ്തെടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെ നിൽക്കും, സുഖമായിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഒരു മോഡറേറ്റർ യൂസർ ആണെങ്കിൽ നിൽക്കും. ഇനി അതല്ല നിങ്ങൾ റഫ് യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്ക്രീൻ ഓൺ ടൈം കിട്ടണമെന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 to 5 hours ആണ്. അതിന് മേലെ പോവില്ല. മാക്സിമം ഒരു 4.5 മണിക്കൂറാണ്, അതിന് മേലെ പോവില്ല. കാരണം അത്രയും ബാറ്ററി കപ്പാസിറ്റി ഒരു ഫോൺ കൊടുത്തിട്ടുള്ളൂ. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഒരു 5 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്നൊക്കെ പറയുന്നത് ഓക്കെയാണ്. അതായത് 4 വർഷം കഴിഞ്ഞിട്ട് ഒരു ഫോണിൽ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് വേണം പറയാനായിട്ട്. പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടും സ്റ്റിൽ ഇപ്പോഴും ബാറ്ററി പെർഫോമൻസ് കേപ്പബിൾ ആണ്, നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്, ഫാസ്റ്റാണ്, നല്ല റിലയബിൾ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ പൊസിഷനൊക്കെ ഓക്കെയാണ്. അൾട്രാസോണിക് ഒന്നുമല്ല, പക്ഷേ നോർമൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആനിമേഷൻസ് ഒക്കെ പെർഫെക്റ്റ്ലി ഫൈനാണ്. ആ ഒരു പൊസിഷനും ഓക്കെയാണ്. നമുക്ക് ഹൈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ താഴായിട്ടൊന്നുമല്ല കൊടുത്തേക്കുന്നത്, ആ ഒരു മിഡിൽ പൊസിഷനിലാണ് കൊടുത്തേക്കുന്നത്. സോ നമ്മൾ തമ്പ് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ എനിക്കതൊക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയേക്കുന്നത്. നിങ്ങൾ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. സോ ഇതൊക്കെയാണ് എനിക്ക് പിക്സൽ 6a കുറിച്ച് പറയാനുള്ളത്. സ്റ്റിൽ ഇനി അങ്ങോട്ട് വാങ്ങിക്കുന്ന ഒരു വെർത്ത് ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആണ്. നിങ്ങൾക്കൊരു 12,000 റുപ്പീസിന് അല്ലെങ്കിൽ 50,000 റുപ്പീസിൻ്റെ അണ്ടറിൽ കിട്ടുകയാണെങ്കിൽ ഈ ഫോൺ ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് നെഗറ്റീവ് സൈഡ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് ചാർജിങ്ങിൻ്റെ സ്പീഡാണ്, സ്ലോ ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ക്യാമറ ലോ ലൈറ്റ് പെർഫോമൻസ്, അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ എടുത്തു വരേണ്ട ഒരു പ്രശ്നമല്ല, എന്നാലും ഒരു നെഗറ്റീവാണ്. ഇനി അത് കഴിഞ്ഞാൽ വേറെ അങ്ങനെ നെഗറ്റീവ് സൈഡ്സ് ഒന്നും പറയാനില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. സോ ഇതാണ് എനിക്ക് 3 കാര്യങ്ങളാണ് എനിക്ക് ഒരു വലിയ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. 60 ഹെർട്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നെഗറ്റീവാണ്. ഓൾറെഡി നിങ്ങളൊരു 120 ഹെർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് പോയിന്റ് തന്നെയാണ്. സോ ഇനി അങ്ങോട്ട് വാങ്ങിക്കുന്ന വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വാങ്ങിക്കാം, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.